ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. പല തരത്തിലുള്ള ആരാധന അനുഷ്ഠാനങ്ങളോടുകൂടി ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് നിസ്വാർത്ഥമായിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള സജ്ജനങ്ങൾ, ഭക്തന്മാര്, നിഷ്കാമമായിട്ടുള്ള കർമ്മങ്ങളെ കൊണ്ട് മറ്റുള്ളവരിലേക്ക് ഈശ്വര തത്വത്തെ മനസ്സിലാക്കി കൊടുക്കുന്ന ബ്രാഹ്മണര്, പോരാ എല്ലാ ലൗകിക ജീവിതങ്ങളെയും മാറ്റിവെച്ച് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് യുഗങ്ങളോളം തപസ് ചെയ്യുന്ന ഋഷീശ്വരന്മാര്, ഇങ്ങനെയുള്ള സജ്ജനങ്ങളുടെ മാഹാത്മ്യമാണ്, അവരുടെ അപാര കാരുണ്യമാണ്, അവരുടെ ആ സൽക്കർമ്മങ്ങളാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഈ കലികാലത്ത് ഇതുപോലെ നമുക്ക് ഒരുമിച്ച് ചേർന്നിരുന്ന ഈശ്വര വിചാരം ചെയ്യാൻ സാധിക്കുന്നു എങ്കിൽ അവരുടെയൊക്കെ തൃപാദങ്ങളിൽ ദണ്ഡ നമസ്കാരം ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ പുണ്യദിനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഭയേവായതി വാ ഹർഷേ സംപ്രാപ്തേയോ വിമർശയേൽ കൃത്യം ന കുരുതേ വേഗാൽ നസഃ സന്താപമാപുനുയാൽ. എപ്പോഴാ നമുക്ക് ഭയമുണ്ടാകുക? എപ്പോഴാ നമുക്ക് സന്തോഷമുണ്ടാകുക? അപ്പം ആ സമയത്തൊക്കെ നമ്മൾ വല്ലാണ്ട് വേഗം പ്രതികരിക്കോടെ, ഒരു ആലോചനയില്ലാതെ, അല്ലേ? ഭയേവാ യതിവാഹർഷേ സംപ്രാപ്തേയോ വിമർശയെ കൃത്യം ന കുരുതേ വേഗാൽ. പെട്ടെന്ന് തന്നെ ഒരു ഭയം വരിക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു സന്തോഷം വരിക, സങ്കടം വരിക, ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ വേഗം പ്രതികരിക്കും. ആ പ്രതികാരം എന്താവും? അത് പിന്നീട് നമുക്ക് ദുഃഖമായിട്ട് വരും. എന്തുകൊണ്ടാണ് ഈ വേഗം പ്രതികരിക്കുന്നത്? എന്തുകൊണ്ടാണ് വേഗം പ്രതികരിക്കുന്നത്? നമുക്ക് ഈശ്വര തത്വത്തെ നമ്മളുടെ ഉള്ളിൽ ഉറയ്ക്കാത്തത് കൊണ്ടാണ്. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ പ്രകൃതിയിൽ ഒരു പുൽച്ചാടി ഒന്ന് അനങ്ങണമെങ്കിൽ ആര് വിചാരിക്കണം? നമ്മളുടെ ഉള്ളിൽ നമ്മളോട് ചേർന്നിരിക്കുന്ന ബോധസ്വരൂപനായിട്ടുള്ള അല്ലെ കണ്ണൻ വിചാരിച്ചെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. പിന്നെ എന്തിന് നമ്മൾ ടെൻഷൻ അടിക്കുന്നു? പ്രകൃതിയിലെ മാറ്റങ്ങൾക്കനുസരിച്ചാണ് ഇന്ന് നമ്മൾ എല്ലാവരും അവരവരുടെ ദുഃഖത്തെക്കുറിച്ച് ഒന്ന് വിശകലനം ചെയ്യുമ്പോൾ അറിയാൻ സാധിക്കും. നമ്മൾ വെറുതെ ഈ മാറിക്കൊണ്ടിരിക്കുന്ന പ്രപഞ്ചത്തെ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് ആ മാറ്റം നമുക്ക് എന്തെന്നില്ലാതെ വിഷമാകുക ശരിക്ക്, അല്ലേ? ആലോചിച്ച് നോക്കൂ. പല കാര്യങ്ങളിലും അങ്ങനെയല്ലേ? നമ്മളുടെ ഉള്ളിൽ ഈ ഈഗോ വന്ന് പെടുന്നത് എന്തുകൊണ്ടാ? ഈ പുറമേയുള്ള മാറ്റത്തിന്റെ പേരിലല്ലേ? യഥാർത്ഥത്തിൽ അതിൽ സത്യം ഉണ്ടോ? ആലോചിച്ച് നോക്കൂ. അപ്പം സന്തോഷത്തിന് ഇടയാകുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ സന്താപത്തിന്, ഭയത്തിന് ഇടയാകുന്നതായിട്ടുള്ള എന്ത് സംഭവങ്ങളായിക്കോട്ടെ, അത് വേണ്ടത്ര ആലോചനയില്ലാതെ ഉടനെ പ്രതികരിക്കുന്നവരാരാണോ അവര് പിന്നീട് ദുഃഖത്തിന് കാരണമായിട്ട് വരുന്നു എന്ന് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ സന്താപത്തിന്, അല്ലെങ്കിൽ പശ്ചാത്താപത്തിന് കാരണമായിട്ട് വരികയാണ്. എന്നാൽ ഇത് നേരത്തെ ചിന്തിച്ചാൽ മതി, അല്ലേ? ഈ സത്യമൊക്കെ നമുക്ക് അറിയാമെങ്കിൽ പോലും എന്ത് ചെയ്യും? നമ്മളത്, ആ സത്യത്തെ പോലും നമ്മളൊന്ന് മറച്ചു വെക്കും അവിടെ. എന്നിട്ട് പിന്നീട് അറിയാം, ഈ ചെയ്യുന്ന പ്രവൃത്തിയിൽ തന്നെ അറിയാം നമുക്ക് ഇനി പശ്ചാത്തപിക്കേണ്ടി വരും. ഞാന് ആലോചനയില്ലാതെ വേഗം ചാടി കയറി അങ്ങോട്ട് ഉത്തരം പറയുക, അല്ലെ? ചാടി കയറിയിട്ട് അതിന് പ്രതികരിക്കുക. ഇങ്ങനെ വരുമ്പം അത് നല്ലൊരു ബുദ്ധിമാന്റെ അല്ലെങ്കിൽ ഒരു ഭക്തന്റെ ലക്ഷണമല്ല. അങ്ങനെ ഒരു സ്വഭാവം നമ്മളുടെ ഉള്ളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും, കാരണം എന്താണ്, ഈ ഒരു ശീലം നമ്മളുടെ നിന്ന് മാറി നമുക്ക് ക്ഷമയോടുകൂടി ഇരിക്കാൻ നമുക്ക് സാധിക്കണം. എപ്പോഴാണ് അത് പറ്റുന്നത്? അപ്പം ആലോചനാപൂർവമായിട്ടുള്ള പ്രതികരണങ്ങളാണ് ഒരാൾക്ക് ഇത്തരത്തിൽ ആ സന്താപത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ളൊരു മാർഗം, അല്ലെങ്കിലോ ജ്ഞാനത്തിന് ഉതകുന്നതായിട്ടുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവുക. അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഒന്നും നമുക്ക് മനസ്സിലാകാൻ പറ്റാതെ വരും. നമുക്ക് ക്ഷമ വേണം എപ്പോഴും. ആലോചിക്കുക, ഒരു എന്ത് കാര്യത്തിനാണേലും എന്ത് വേണം? ഒന്ന് ക്ഷമ എന്ന് പറയുന്നത് എന്താ ശരിക്കും? ഒന്ന് ആലോചനയാണ് ശരിക്കും, അല്ലെ? ഒന്ന് ഇരുന്ന് ആലോചിച്ച് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ഒരു വരുംവരായികകളും ഇല്ലാതെ നമുക്കത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അത് ശരിയല്ലേ? അവിടെ അപ്പം എന്തിനോട് പ്രതികരണം ചെയ്യുമ്പോഴും അതില്
പ്രധാനമായിട്ട് വേണ്ടതായിട്ടുള്ള ഒരു ഗുണം എന്താണ്? ക്ഷമയാ ധരിത്രി. അല്ലെ? ആലോചിച്ച് നോക്കൂ. ഭൂമിദേവിയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ രാവിലെ എഴുന്നേറ്റാൽ തുടങ്ങും ചവിട്ടി 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 ചവിട്ടി, അല്ലെ? കിടക്കാൻ നേരത്തെ എന്ത് ചെയ്യും? കിടക്കാൻ നേരത്തെ ഒരു തൊട്ടുതല വെക്കുക, അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു തൊട്ടുതല വെക്കുക. അങ്ങനെയാ. എന്നാൽ എന്തെങ്കിലും പ്രതികരിക്കാറുണ്ടോ ഭൂമി? ഇപ്പൊ പ്രതികരിച്ചു തുടങ്ങി. ഇപ്പൊ ഈ തൊട്ടുതല വെക്കലൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറേശ്ശെ പ്രതികരിക്കുന്നുണ്ട്, അല്ലെ? മറന്നു പോകുമ്പോ ഭൂമി നമുക്ക് പ്രകൃതി ക്ഷോഭങ്ങളായിട്ടൊക്കെ നമ്മളെ പ്രതികരിക്കും ശരിക്ക്. അപ്പം എന്ത് കാര്യം ചെയ്യുമ്പോഴും സൂക്ഷ്മ വിചാരത്തോടുകൂടി ക്ഷമയോടുകൂടി നമുക്ക് ചെയ്യാൻ സാധിക്കണം. ഈ ക്ഷമയാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ഈശ്വര വിശ്വാസത്തെ പോലും അളക്കുന്നതിനുള്ള ഉപാധിയാണത്. ആലോചിച്ച് നോക്കൂ. നമ്മൾ ഏതൊക്കെ കാര്യത്തിൽ നമുക്ക് മാത്സര്യം ഇല്ലാതെ ഉണ്ട്. ഈ മാത്സര്യം ഉണ്ടെങ്കിൽ ഈശ്വരൻ ഇല്ലാന്ന് തീരുമാനിച്ചാൽ മതി. അപ്പൊ തീർന്നു നമ്മുടെ കഥ മുഴുവൻ. അപ്പം നമ്മളുടെ ഉള്ളിലുള്ള മാത്സര്യാദി ഈ ഗുണങ്ങൾ, അതുകൊണ്ടാണല്ലോ വേദവ്യാസ മഹർഷി അതിന് മാത്രം എടുത്തു പറയാൻ കാരണം, അല്ലെ? മത്സരം എന്നുള്ളത് വരുന്നത് നമ്മളുടെ ആ ആഗ്രഹങ്ങളെ കൊണ്ടാണ്. കാമം തൊട്ടാണ് ഇങ്ങോട്ട് മത്സരത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് ആ മാത്സര്യാദി ഗുണങ്ങളൊന്നും നമ്മളുടെ ഉള്ളിലെല്ലാം അത് തുടച്ചു മാറ്റുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഈ തത്വത്തിൽ നമ്മൾ ഉറക്കുന്നതെന്ന് പറയാണ്. ഈ തത്വത്തിൽ ഉറച്ചാൽ അത് ബാധിക്കുന്നില്ല. കാരണം എന്താണ്? നമ്മളല്ല ഇതൊന്നും ചെയ്യുന്നത്. ഇതൊക്കെ ഈശ്വരേച്ഛ. ഈശ്വരൻ ഓരോന്നും ഇങ്ങനെ ചെയ്യിക്കുകയാണെങ്കിൽ പിന്നെ നമ്മളെ ബാധിക്കുമോടെ? നമുക്ക് ഈഗോ ഉണ്ടാകുന്നില്ല. പക്ഷെ ഈ ഈഗോയാണ്, ആലോചിച്ചോളുക, നമ്മളുടെ ഭക്തി പ്രസ്ഥാനത്തിൽ പോലും ഏറ്റവും കൂടുതലുള്ളത് ഈ ഈഗോയാ. അപ്പൊ നമ്മള് എന്തൊരു വിരോധാഭാസമാണെന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളൊക്കെ നാമം ജപിക്കുന്നതും ഭാഗവതം വായിക്കുന്നതും നാരായണീയം ജപിക്കുന്നതും ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഈഗോ വിട്ടുപോകാനാ. അത് ജപിക്കുന്നതോറും ഈഗോ കൂടിക്കൂടി വരികയാണല്ലോ. കൂടിക്കൂടി വരികയാണെങ്കിൽ എന്താ ചെയ്യുന്നത്? ഒരിക്കലും അത് ശരിക്ക് നല്ല ഉപാസകരാണെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ട് തന്നെ ശീലിക്കണം. അത് ശീലിക്കാനൊന്നുമില്ല, ഈ സത്യത്തെ മനസ്സിലാക്കിയാൽ മതി. ഒക്കെ ഗുരുവായൂരപ്പനാ നടത്തുന്നെങ്കിൽ നമ്മൾ എന്തിന് ടെൻഷൻ അടിക്കുന്നു? നമുക്ക് ആരോട് വിരോധം? ആര് മുമ്പേ കയറിപ്പോയാൽ എന്താണ്? ആര് പുറകെ പോയാൽ എന്താണ്? അല്ലേ? ഗോപികളുടെ ഭക്തിയെ കുറിച്ചൊക്കെ നമുക്ക് ഭാഗവത്തിൽ കാണാൻ സാധിക്കും. ഇവിടെ ആ പൂതന വന്ന സമയത്ത് ഗോപികമാരെ സന്തോഷത്തോടുകൂടി പറഞ്ഞു വിടുക. എന്തേ? ആ കണ്ണനെ കാണാൻ പോകുന്നവരല്ലേ. കണ്ണനെ കാണാൻ ഇഷ്ടപ്പെടുന്നവര് തന്നെ കണ്ണനാണെന്ന് വിചാരിക്കും അവര്. മനസ്സിലായില്ലേ? കണ്ണനെ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? കണ്ണനോളം അല്ലെ മനസ്സ് ശുദ്ധമായതുകൊണ്ടല്ലേ കണ്ണനെ ഇഷ്ടപ്പെടാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ളവരെ നമ്മൾ ആദരിക്കുകയല്ലേ വേണ്ടതെന്നാണ് ഗോപികമാരുടെ മതം. തങ്ങൾക്ക് പോലും സാധിക്കുന്നില്ല അങ്ങനെ. അങ്ങനെയാണെങ്കിൽ അതിൽ സാധിക്കുന്നവരാണെങ്കിൽ ആ ഭക്തന്മാരെ പൂജിച്ചുകൊണ്ട് അവരിതാ ആ കണ്ണന്റെ അടുത്തേക്ക് പറഞ്ഞു വിടും. ഈ ഒരു മനോഭാവമാണ് നമുക്കുണ്ടാവേണ്ടത്. എവിടെയൊക്കെയാണ് അല്ലെ നമുക്ക് നമ്മളുടെ മനസ്സ് പതറിപ്പോവുക എന്ന് പറയാൻ സാധിക്കുകയില്ല. അപ്പോ നമ്മൾ വിചാരിച്ചോളൂ, സങ്കടമാണല്ലോ അതെ. ഈ ദുഃഖം വെറുതെ ദുഃഖിക്കുകയാണ്. അജ്ഞതയാണ് ദുഃഖത്തിന്റെ കാരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് ദുഃഖിക്കാതെ സന്തോഷിക്കാതെ നമുക്ക് എങ്ങനെ വേണം? നമുക്ക് കണ്ണൻ നമ്മളെ ഇങ്ങനെ കൊണ്ടുപോകുന്നു എന്നുള്ള ഒരു രീതിയിൽ യന്ത്രമായിട്ട് കണ്ണനോട് ചേർന്നിരിക്കുക. ആ ബന്ധം എന്നും കണ്ണനോട് മാത്രമേ ഉള്ളൂ. നമ്മളെ എന്ത് ആഗ്രഹങ്ങളുണ്ടെങ്കിലും കണ്ണനോട് പറഞ്ഞാല് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, കണ്ണൻ അത് നടത്തി തരും. അതാണ് അതിനകത്ത് ഏറ്റവും വലിയൊരു ഗുണം. നമ്മൾ ആഗ്രഹം പറഞ്ഞാൽ ചിലപ്പോൾ കിട്ടുകയില്ല. അങ്ങനെയുണ്ട്. അല്ലെങ്കിൽ പറഞ്ഞാൽ അത് മാത്രമേ കിട്ടുള്ളൂ. അങ്ങനെയുണ്ട് പ്രശ്നം, അല്ലേ? അപ്പൊ ഒന്നും പറയാതിരുന്നാലോ? നമുക്ക് എന്താണോ വേണ്ടത്, ഈ നിസ്സംഗ ഭാവം നമ്മളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ അതാണ് മനുഷ്യജന്മത്തിലെ ഏറ്റവും വലിയൊരു ലാഭം എന്ന് പറയാം. ജന്മലാഭ പരപുംസാം അന്തേ നാരായണ സ്മൃതി എന്ന് പറയുന്നത്. എന്തായി നാരായണ സ്മൃതി? ഇത് തന്നെയാണ് നാരായണ സ്മൃതി. കണ്ണനാണ് എന്നെ എല്ലാം ചെയ്യിക്കുന്നത്, എനിക്കിതൊന്നും എന്നെ ബാധിക്കുന്നില്ല. ഞാനിങ്ങനെ കണ്ണന്റെ ആ മടിത്തട്ടിൽ ഇങ്ങനെ കിടക്കുന്നു. അമ്മയുടെ മടിത്തട്ടിൽ കിട്ടുന്നതായിട്ടുള്ള ആ ഒരു കെയർ, ആ ഒരു സംരക്ഷണം ഞാൻ അനുഭവിക്കുന്നു. ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുക. അത് ഒക്കെ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാം. പതിവ് പോലെ നമുക്ക് ഈ പ്രപഞ്ചത്തില് ഏതൊക്കെ തരത്തിലുള്ള ജീവജാലങ്ങളാണ്, നമുക്ക് ആരെയും അറിയില്ല സത്യത്തിൽ, അല്ലേ? നമ്മളൊക്കെ എത്രയോ കോടി ജന്മങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ മനുഷ്യ ജന്മത്തിലേക്ക് എത്തിയത്. എന്തായാലും കണ്ണനോട് പ്രാർത്ഥിക്കാൻ ഒന്ന് മാത്രം, ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്നതായിട്ടുള്ള ആ ശക്തിയോട്, ഈ ലോകത്ത് ഒരിക്കലും അമംഗളങ്ങളൊന്നും ഉണ്ടാവരുതേ ഗുരുവായൂരപ്പ. ഞങ്ങളുടെ ഈ എളിയ പ്രാർത്ഥന കൊണ്ട് അവിടത്തേക്ക് പറയുകയാണ്. എവിടെയൊക്കെയാണോ അമംഗളങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതെല്ലാം മുത്തശ്ശൻ മുത്തശ്ശിമാരെയും ദമ്പതികളെയും കുട്ടികളെയും അതുപോലെ തന്നെ മറാരോഗം വന്നിട്ടുള്ളവരെയും പിന്നെയോ ഈ ബന്ധുക്കൾ നഷ്ടപ്പെട്ട് വിഷമിക്കുന്നവരെ, ഇങ്ങനെ ലോകത്തിന്റെ ദുഃഖം എന്ന് പറഞ്ഞാൽ നമുക്ക്
പറഞ്ഞാൽ തീരില്ല അതേപോലെ ദുഃഖങ്ങള്, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. പല പല തരത്തിലുള്ള ആഗ്രഹങ്ങൾ സാധിക്കാൻ വയ്യാതെ വിഷമിക്കുന്നതായിട്ടുള്ള ആളുകള്, സാമ്പത്തികമായിട്ട് ഏറ്റവും താഴെഗതിയിലേക്ക് എത്തിയിട്ടുള്ളവര്, പിന്നെയോ ഉയർന്ന തരത്തിലേക്ക് സമ്പത്ത് എത്തിയിട്ട് വേഗം ഠേന്ന് പറഞ്ഞ് താഴോട്ട് വീഴുന്ന അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഏറ്റവും വലിയൊരു ദുഃഖം അവിടെയാണ്, അല്ലേ? അവർ ആ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിൽ ജീവിച്ചിട്ട് അവർക്ക് വേഗം താഴോട്ട് വരാനും പറ്റുന്നില്ല, പണവും ഇല്ല ഉള്ള ഒരു അവസ്ഥ. അപ്പൊ അവർക്കൊക്കെ എന്തുകൊണ്ടാണ് ഇതിലൊക്കെ ഭ്രമിച്ചു പോയത്? ഐശ്വര്യത്തിൽ വല്ലാണ്ട് മതം വരുമ്പോഴാണ് ഭഗവാൻ ഒരു തട്ട് തരുന്നത്. അപ്പം എന്ത് ചെയ്യണം? അവരെയൊക്കെ വേണ്ടത് മനസ്സിലാക്കിക്കൊണ്ട് അവർക്കൊക്കെ ജ്ഞാനം പകർന്നുകൊണ്ട്, ഹേ ഗുരുവായൂരപ്പ, ലോകം മുഴുവൻ സുഖം പ്രാപിക്കണേ, സുഖം പ്രാപിക്കണേന്ന് ഉള്ള ആർദ്രഭാവത്തോടുകൂടി മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടും മനുഷ്യർക്ക് വേണ്ടിയിട്ടും സർവചരാചരങ്ങൾക്കും സുഖം ഉണ്ടാവണേന്ന് നമുക്കെല്ലാവർക്കും ഒരേ ഭാവത്തില് ഒരേ സ്വരത്തില് ആ ജ്വരസ്തുതി ചൊല്ലി ഭാഗവതത്തിലേക്ക് പ്രവേശിക്കാം.